ഇന്ന് സർപ്രൈസ് ആയിട്ട് നമ്മൾ സുനീറാൻ്റെ അടുത്തേക്ക് പോയ ദിവസമാണ് കേട്ടോ. ഓളെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിന് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റും കേക്കും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി പോയതാണ്. കൂടുതൽ ആരുമില്ല, ഞാനും നിഷാദും അനുമോനും സച്ചും മാത്രമാണ് കേട്ടോ. ഞങ്ങൾ രാവിലെ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പോണ വഴിക്ക് എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങി കയറി കറങ്ങിയിട്ടൊക്കെ വരാം എന്നുള്ള പ്ലാനിലാണ് കേട്ടോ നേരത്തെ ഇറങ്ങിയത്. പോണ ടൈമിൽ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ സമയമായിരുന്നു കേട്ടോ. കാരണം ഇങ്ങനെ സമയം ബാക്കി എന്നുള്ളൊരു ഫീലായിരുന്നു. അങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾ പതുക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറിട്ടോ. നിഷാവും സച്ചൊക്കെ ബോരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനുമോന് പൊറാട്ടയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിലായിട്ടില്ല കേട്ടോ. കുറേ ടൈം കഴിഞ്ഞാണ് കിട്ടിയത്. ഞാൻ പിന്നെ എൻ്റെ സ്ഥിരം കടയിൽ ഞാൻ പുറത്ത് പോയി കഴിഞ്ഞാൽ ഹോട്ടലിൽ രാവിലെ ഫുഡ് കഴിക്കാൻ കയറുകയാണെന്നുണ്ടെങ്കിൽ ഈ ദോശയുണ്ട് പറയാം, അതും നെയ്റോസ്റ്റാണ് പറയാം. മസാല ദോശ കാര്യങ്ങൾ അങ്ങനെയൊന്നും പറയൂല. പ്ലെയിൻ ആയിട്ടുള്ള ഈ ഒരു ദോശ മാത്രം പറയും, അതായത് നെയ്റോസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത്. അതിൻ്റെ ആ സാമ്പാറും ചട്നിയും കാര്യങ്ങളൊക്കെ കൂട്ടി കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കുറച്ച് അങ്ങോട്ട് ദൂരം പോയപ്പോൾ ഇതാ ഈ ഒരു സ്ഥലം കണ്ടിട്ടു. ഇതിന് മുന്നേ വന്നിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഇറങ്ങണം എന്നുള്ളത് നമ്മൾ മുന്നേ പ്ലാൻ ചെയ്തു. എനിക്ക് ഇവിടേക്ക് പോവാൻ ഇറങ്ങുക എന്ന് പറഞ്ഞപ്പോൾ വലിയ താല്പര്യം ഉണ്ടായില്ല. പക്ഷെ ഇതാ ഈ ഒരു വ്യൂ ഒക്കെ കണ്ടപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് പുറത്തുനിന്ന് ഇങ്ങനെ ദൂരത്തുനിന്ന് കാണുമ്പോഴേ നല്ല രസമുണ്ട്. ഇതൊരു അമ്പലമാണ്. പക്ഷെ അതിൻ്റെ ബാക്കിൽ കണ്ടില്ലേ ട്രെയിനൊക്കെ പോയിട്ട് നല്ല പാടവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് റീൽസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. കുറേ ആൾക്കാർ അവിടെ വന്ന് റീൽസും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ ആ സാരിയൊക്കെ എടുത്ത് പോണ കുട്ടികളൊക്കെ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ചെന്ന ടൈമിൽ ക്യാമറ ആയിട്ട് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ. ശരിക്കും അവിടെ ആ നെല്ലൊക്കെ വളർന്നിരിക്കുന്ന ടൈമിലായിരിക്കും ഒന്നും കൂടി ഭംഗി കാണാൻ. പക്ഷെ അത് കുറേ മുന്നേ ഫ്രണ്ട്സിൻ്റെ ഒപ്പം വന്ന വീഡിയോസോ ഫോട്ടോസോ എന്തൊക്കെ എനിക്ക് കാണിച്ചു തന്നിട്ട് ഇത് അടിപൊളി സ്ഥലമാണ്. മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങുമ്പോൾ നടുകിലെ റോഡ്, അപ്പുറം പാടം, ഏറ്റവും അറ്റത്തെ അമ്പലം, നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് കാണിച്ചു തരാമെന്നും പറഞ്ഞ് കൊണ്ടുപോയതാണ് കേട്ടോ. ഇനിയും വരെയും അവിടെ ഇറങ്ങിയ ടൈമിൽ ഷാനിനെ ഞങ്ങൾ വെച്ച് ചോദിക്കണമായിരുന്നു ഫോട്ടോ എടുക്കണോ വീഡിയോ എടുക്കണോ പാടത്ത് ഇറങ്ങണോ എന്നുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞു ഡ്രസ്സിങ് ഓക്കെ അല്ല, വല്ല ചുരിദാറോ അനാർക്കലിയോ ഒക്കെ ആണെങ്കിൽ അതൊരു ഭംഗി ഉണ്ടാവും. ഈ ജീൻസും പാൻറ്റും ഇട്ട് പാടത്ത് ഇറങ്ങിയിട്ടൊരു കാര്യമല്ല പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും നേരെ തിരിച്ച് കയറിയിട്ടോ. എറണാകുളത്താണ് സുനീറ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ നമുക്ക് എത്തണ്ടേ. നമ്മൾ ആ കുറച്ച് ലേസും മിഠായും കാര്യങ്ങളും മുറുക്ക് കാര്യങ്ങൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിയിട്ടോ. ഈ പൂള ചിപ്സ് അതൊക്കെ വണ്ടിയിലിരുന്നിട്ട് അതുവരെ ഇങ്ങനെ അയവർത്ത് പോകാമെന്നും പറഞ്ഞങ്ങാണ്ട് വെള്ളവും കാര്യങ്ങളൊക്കെ വാങ്ങണമല്ലോ, അതൊക്കെ വാങ്ങി. ഞങ്ങൾ ഇറങ്ങിയ ടൈമിൽ നല്ല രീതിക്ക് പോയെങ്കിലും ഒരു 9:30-10 മണി ആ ഒരു ടൈമിൽ നല്ല ബ്ലോക്ക് ആയിരിക്കുമല്ലോ. പൊതുവേ ഓണം പരിപാടികൾ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയം. പിന്നെ നമ്മൾ ഓഫീസ് ടൈം അല്ലേ, അപ്പോൾ ആ ഒരു ടൈമിൽ നല്ല തിരക്കുണ്ടായിട്ടോ. ബ്ലോക്കിൽ കുറേ നേരം നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇളനീ കണ്ട ടൈമിൽ ഞങ്ങൾ അവിടെ നിർത്തിയിട്ടുണ്ടായിട്ട് ഞങ്ങൾ ഒരു ഇളനീനെ കുടിച്ചു. മഴ ഇല്ലാത്തൊരു ദിവസമായിരുന്നു, തീരെ മഴ ഇല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ അങ്ങനെ കുടിക്കണം തോന്നി ഇറങ്ങി കുടിച്ചു. ഇതിൻ്റെ കാമ്പ് വയ്ക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ ഇളനീ പറയുന്ന ടൈമിൽ കാമ്പുള്ളത് തന്നെ എടുക്കണം എന്ന് പ്രത്യേകം പറയട്ടോ, കാരണം എനിക്ക് അതിൻ്റെ കാമ്പാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കറക്റ്റ് സുനീറ എവിടെ വർക്ക് ചെയ്യണമെന്നുള്ളത് ഞങ്ങൾ പോയി കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് ലൊക്കേഷനൊക്കെ ഇട്ട് അങ്ങനെ വേണം പോവാൻ. ഓൾക്ക് നേരിട്ട് നമുക്ക് ചോദിക്കാനും പറ്റൂലല്ലോ. ഓളെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചാലും അറിയില്ല. കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളും പറഞ്ഞുതരാൻ അറിയില്ല. സ്ഥലപ്പേരും അതൊക്കെയാണ് ഓല് വിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ അവിടെ ചെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ സുനീറാനെ കാണുന്നതിന് മുന്നേ നമുക്ക് ലുലുവിൽ കയറാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നാട്ടിൽ നിന്ന് ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുക്കാതെയാണ് കേട്ടോ വന്നത്. അപ്പം ഇനി ലുലുവിൽ കയറിയിട്ട് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ലുലു അന്വേഷിച്ച് പിടിച്ച് ലുലു കണ്ടെത്തി ലുലുവിൽ കയറിയിട്ട് ഓണം സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് കണ്ടില്ലേ. പാലട പായസത്തിൻ്റെ ആ ഒരു സെറ്റിങ്സ്, പിന്നെ ഈ പൂക്കളത്തിൻ്റെ ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. രാത്രി എന്തൊക്കെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ തിരിച്ച് വരുന്ന വഴി എനിക്ക് കയറണമെന്ന് എൻ്റെ അടുത്ത് നിഷ ചോദിച്ചിട്ട് ഞാൻ കയറിയില്ല കേട്ടോ, കാരണം എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ കാണിച്ച ഈ 2 ഡ്രസ്സും നമുക്ക് ഇന്നറൊക്കെ വെച്ചിട്ട് ഇടാൻ പറ്റിയ ഗൗണാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയൽ. പക്ഷേ റേറ്റ് കേട്ടപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. 5000 സംതിങ് എന്തേ ഉണ്ടായിരുന്നുള്ളൂ. 5000 സംതിങ് ഒക്കെ അതിനെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു. അപ്പോൾ നേരെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ ഇറങ്ങി. അവിടെ നിന്ന് ഡ്രസ്സേ വേണ്ടാന്നും പറഞ്ഞിട്ട് ഓണായതുകൊണ്ട് ഇതാ പൂക്കളത്തിൻ്റെ വൻ ശേഖരം തന്നെ ഉണ്ട്. പിന്നെ ഓരോ ഐറ്റംസും എനിക്ക് ഈ ലുലു എന്നൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാണാൻ ഭയങ്കര രസമാണ്, കഴിക്കാൻ അത്ര വലിയ രസമൊന്നുമില്ല. ഇത് കണ്ടില്ലേ ബട്ടറൊക്കെയാണ്, ഒക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു. നല്ല അറേഞ്ച് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട്. ഈ സാലഡ് ഞാൻ ലുലുവിലോ ഏത് മാളിൽ പോയി കഴിഞ്ഞാലും ഈ സാലഡ് ഉള്ളിടത്താണ് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇത് വാങ്ങി കഴിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് അങ്ങോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലുള്ള ആപ്പിളും ആ പാസ്ത കാര്യങ്ങൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാ ഐറ്റംസും സാലഡൊന്നും എല്ലാവരും ഓരോന്നും ഇങ്ങോട്ട് എടുക്കും. പിന്നെ സച്ച് ഉപ്പിലിട്ട മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വൻ ഫ്ലോപ്പായിരുന്നു. നെക്സ്റ്റ് സച്ച് വാങ്ങിയത് ഈ പിസ്സയുടെ ഈ പീസാണ് കേട്ടോ. ഇതും വൻ ഫ്ലോപ്പാണ്. റസ്ക് കടിക്കണ പോലെ ഉണ്ടായിരുന്നു. അനുവിൻ്റെ ബർഗർ കുഴപ്പമുണ്ടായിരുന്നില്ല, എന്നാലും നമ്മൾ നാട്ടിൽ നിന്ന് കഴിക്കണ ആ ഒരു ടേസ്റ്റ് ഒന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ എന്നാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൽ വാങ്ങിയതിൽ ഏറ്റവും നല്ലത് എൻ്റെ സാലഡ് തന്നെയായിരുന്നു. എല്ലാവർക്കും അത് തന്നെയാണ് കേട്ടോ ഇഷ്ടമായത്. നമുക്ക് എല്ലാതും ടേസ്റ്റ് നോക്കുകയും ചെയ്യാം. നമുക്ക് തൂക്കത്തിനായതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിൽ നമുക്ക് എടുക്കാം. ആദ്യം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും അതേ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലെടുത്തിട്ട് അങ്ങനെയൊക്കെ കഴിച്ച് നോക്കട്ടെ. ഞങ്ങളത് മാത്രമേ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഇവിടെ നിന്ന് വാങ്ങുമ്പോൾ മിക്കവാറും ഫ്ലോപ്പാവും. അതുകൊണ്ട്
ഒരിക്കലും അവിടുന്ന് പീസാക്കി വെച്ച് സ്ലൈസ് ആയിട്ടുള്ള പിസ്സ പീസ് വാങ്ങരുതെന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും അവിടുന്ന് ലഘുവായിട്ട് കഴിച്ച് ഞങ്ങൾ ഇറങ്ങി സ്റ്റുഡിയോക്കെ കേട്ടോ നേരെ പോയത്. അങ്ങനെ എന്തൊക്കെയൊക്കെ വെള്ളവും കാര്യങ്ങളൊക്കെ വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു, മിഠായിയും കാര്യങ്ങളൊക്കെ. അങ്ങനെ നേരെ സ്റ്റുഡിയോയിലെത്തി. വീണ്ടും ഞാൻ ഇങ്ങനത്തെ ടോപ്പ് തന്നെയാണ് തരേണ്ടത്. അപ്പോൾ സുനീറാക്ക് ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ എനിക്കും 1-2 ടീഷർട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ വീട്ടിൽ നിന്ന് പോന്നപ്പെട്ട ആ ഒരു ഡ്രസ്സ് ഞാൻ ഓളടുത്തേക്ക് എത്തുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഇട്ടതേ അല്ല, വെറുതെ ജസ്റ്റ് വണ്ടി പോരല്ലേ. അപ്പോൾ അവിടെ എത്തിയിട്ട് ഒരു ടീഷർട്ടോ ഷർട്ടോ എടുക്കാം എന്നുള്ളൊരു പ്ലാൻ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊന്നും അങ്ങോട്ട് ശരിയായില്ല. ഞങ്ങൾ കയറിയ സ്റ്റുഡിയോ അത്ര അങ്ങോട്ട് മെച്ചമില്ലാത്തൊരു സ്റ്റുഡിയോ ആയിരുന്നു. ഓള് നിൽക്കുന്ന ആ സൈഡ് അടിപൊളിയായിട്ട് കടകളും സ്റ്റുഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ പോയത് നേരെ ഓപ്പോസിറ്റ് സൈഡാണ്. ഞങ്ങൾക്ക് ഓളടുത്തേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് കണ്ട സ്റ്റുഡിയോ അതാണ്. കയറി ഒരു കളക്ഷൻസും ഉണ്ടായില്ല കേട്ടോ. പിന്നെ നമ്മൾ വീണ്ടും തിരഞ്ഞ് നടക്കണ്ടേ, ഓളടുത്തേക്ക് എത്താൻ നേരം വൈകുമല്ലോ വിചാരിച്ചിട്ട് ഉള്ളതിൽ നല്ലത് വെച്ച് ഒന്നെടുത്തു. പിന്നെ ഓൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഏത് സ്റ്റുഡിയോന്നും മാറ്റാം എന്നുള്ളത് പോലെ പറഞ്ഞു കേട്ടോ. മാറ്റണം എന്നുണ്ടെങ്കിൽ ഏത് സ്റ്റുഡിയോയിൽ പോയിട്ടും മാറ്റാം എന്നുള്ളത് അപ്പോൾ സമാധാനമായി. അപ്പോൾ നമ്മൾ ഏതെടുത്താലും ഓൾക്ക് മാറ്റാമല്ലോ. പിന്നെ ഇതാ നമ്മൾ ക്രാഫ്റ്റ് വർക്ക് ചെയ്യണ ഒരു കടയിലാണ് പോയത്. കൊടുക്കാനൊരു ബൊക്ക, പിന്നെ നമ്മൾ വാങ്ങിയ ഡ്രസ്സ് ജസ്റ്റ് ഒന്ന് പാക്ക് ആക്കണം, ഡ്രസ്സും പിന്നെ അവിടെ നിന്ന് ചെറിയൊരു പെർഫ്യൂമും കൊടുത്തിട്ടുണ്ടായിട്ടോ. അപ്പോൾ അത് ഞാനിതാ ഇങ്ങനെ പാക്ക് ആക്കിച്ചു അവിടെ നിന്ന് തന്നെ. പിന്നെ ഒരു ബൊക്കയും അവിടെ നിന്ന് തന്നെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതും സെറ്റാക്കി അടുത്തത് ഞങ്ങൾ കേക്കിൻ്റെ കടയിൽ പോയിട്ട്. അപ്പോഴത്തേക്കും കുറേ സമയമായിട്ടോ. കാരണം നമ്മൾ ആദ്യ സമയം ഒരുപാടുണ്ടായിരുന്നു. പിന്നെ സമയം ഇങ്ങനെ കുറഞ്ഞ് വരലോടത്ത് നമ്മൾ ലുലുവിൽ കയറിയതാണ് ഏറ്റവും വലിയ കുഴപ്പട്ടോ. പിന്നെ ഈ ഒരു കേക്കാണ് വാങ്ങിയിട്ടുണ്ടായത്. ഇതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ഒടുക്കത്തെ ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. ഫസ്റ്റ് ബൈറ്റിൽ എനിക്ക് കേക്ക് അത്ര ഇഷ്ടമായില്ല. പക്ഷെ അതിങ്ങനെ അതിൻ്റെ ഫ്ലേവറും ഒക്കെ അടിപൊളിയുന്നു. ഉള്ളിൽ ചോക്ലേറ്റിൻ്റെ ഫുൾ ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് ആ കേക്കും സെറ്റാക്കി ഞങ്ങൾ ഇറങ്ങിക്കുന്നു. എല്ലാം കയ്യിൽ സെറ്റായി. പിന്നെ ഉള്ള കമ്പനി തിരഞ്ഞുള്ള ഒരു പാച്ചിലായിരുന്നു കേട്ടോ. നമ്മൾ അദാനീൻ്റെ കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനി ലാസ്റ്റ് ഞങ്ങൾ കണ്ടുപിടിച്ചു. ഞങ്ങൾ ഓല ഗോഡൗണിലേക്കൊന്ന് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് തന്നെ തിരിച്ചെത്തിട്ടോ. എഴുതി കണ്ട് ഫോണിൽ തുറന്നു വന്നവൻ അവന്റെ വയറ്റ് വായി നോക്കി ഞാൻ പാലക്കാട് ഞാനതല്ലേ മറ്റേ ഇതിന്റെ കഷ്ണം കൊടുത്തത്.